കോച്ചിനോട് ഇപ്പൊ വരാന്ന് പറ, ബാബുവിനെ പൊക്കിട്ട് വരാന്ന് പറ. ബാബുസേനെ പൊക്കിട്ട് വരാം. ചത്തോയി കേട്ടിട്ടില്ല, മോനും പോയിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ട്. ഏത് ഹലോ? ഹോസ്പിറ്റലിൽ ഏത് ഹോസ്പിറ്റലിൽ ഞാൻ മാർക്ക് ചെയ്യാൻ മാർക്ക് ചെയ്തോ. കാണാൻ ഇങ്ങനത്തെ ആർപ്പിയാണ് ബ്രോ. ഞാൻ ഇങ്ങനത്തെ ആർപ്പി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വളരെ, അതായത് മാസത്തിൽ ഒരിക്കലൊക്കെ എപ്പോഴും ഗ്യാങ്ങിന്റെ കൂടെ തന്നെ പണ്ട് തൊട്ടേ ആർപ്പി ചെയ്തിട്ടുള്ളത്. കപ്പിൾ ആർപ്പി എന്ന് പറയുന്ന സാധനം ഞാൻ ഇങ്ങനെ ഫോളോ അപ്പ് ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള പിള്ളേരൊക്കെ ചെയ്യുന്നത് പോലെ ഡെയിലി സാധനം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്കത് ഇഷ്ടമല്ല. അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു. എനിക്ക് എന്നുവെച്ചാൽ അത് ഭയങ്കര മടുപ്പാവും ബ്രോ. വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ എക്സാമ്പിൾ, നമ്മൾ അങ്ങനെ ഒരു 3 ദിവസം ആർപ്പി ചെയ്തോണ്ടല്ലോ, 4ാമത്തെ ദിവസം എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെങ്കൊച്ചിന്റെ ലൈവിനകത്ത് വന്നിട്ട് സ്പാം തുടങ്ങും. വാസ്തുണന്റെ അടുത്ത് പോ. ആ കൊച്ചിന് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ സാധനം മെയിൻ ആയിട്ട് നിർത്തിയത്. സത്യം പറയാലോ ഗൈസ്. അങ്ങനെ പിന്നെ അതിന് അവള് പിന്നെ വേറെ ആരുടെയെങ്കിലും കൂടെ ഒരു ആർപ്പി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹേറ്റ് ആവും. അങ്ങനെ ചാനലിൽ പോയി തള്ളക്കി വിളിക്കും, തെറി വിളിക്കും. ഞാൻ സത്യം പറയാം, ഞാൻ ഈ കപ്പിൾ ആർപ്പി എന്ന് പറയുന്ന ഇത് എതുവഴി പോണ്ടേ? ബാക്ക് വഴി. ഞാൻ ഇവിടെ വേറെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കപ്പിൾ ആർപ്പി എന്ന് പറയുന്ന സാധനം ഞാൻ ഒഴിവാക്കിയത് പോലും അതുകൊണ്ടാണ് സത്യം പറയാം. അല്ലാണ്ട് ചേച്ചിയെ പേടിച്ചിട്ടല്ലോ. എടാ പോള, അങ്ങനൊന്നും സീനൊന്നും ഇല്ല. അതൊക്കെ ചുമ്മാ തമാശയായിട്ട് പറയണതല്ലേ. അങ്ങനത്തെ സീനൊന്നും ഇല്ല. എടുത്താ മതി, തീർന്ന പ്രശ്നം. ഇവരെ കൊണ്ട് പറ്റുന്നില്ല, ഓഫ് ഡ്യൂട്ടി എടുത്തോട്ടെ സാറേ. വല്ല വാർത്തക്ക് പോയിക്കോ സാറേ, അതാ നല്ലത്. ഹലോ ഹലോ, ഓ പറഞ്ഞു. എന്റെ പേര് ചാക്കോ, ചൂരക്കാരൻ ചാക്കോ. ഞാൻ പരിചയപ്പെടാൻ വേണ്ടി കുറെ നാളെ നടക്കുന്നു. ഓ, പരിചയപ്പെട്ട സന്തോഷം വാസ്കോ. ചാക്കോ ചാക്കോ ചാക്കോ. അത് പീഡി മറ്റേ എക്സാമിന്റെ വർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്തില്ല. ഇത് ഗ്യാങ് ആണോ? അത് ഡ്രാഗണാ, KV ഡ്രാഗണ. അല്ല, KV ഡ്രാഗണ സംസാരിക്കാൻ ഡ്രാഗണ. ഓ, ഇത് KV ആയിട്ടാണോ പ്രശ്നം? അല്ല, നമ്മുടെ മുതുക്കില് എന്തോ ഇഷ്യൂ നടന്നു. സംഭവം എന്താ അറിയില്ല, ഞാനിപ്പോ വന്നേ ഉള്ളേ. അപ്പൊ എന്തോ നിന്നേല് മനസ്സിലാക്കിയത് എന്തോ അവിടെ ഡ്യൂട്ടി ചെയ്തില്ല എന്ന രീതിയിലാണ്. എന്തോ കറക്റ്റായിട്ട് അറിയില്ല. ബാബു ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. ഈ ബാബുവിനെ കൊണ്ട് ഒരു തോള് വാർത്തനാ. പിന്നെ ഞാനാരും ഇവിടുത്തെ ജഡ്ജാ. ബാബു, ഇതാണ് മുച്ചിരിയുടെ വാപ്പ. നിങ്ങളുടെ കാര്യം പോലെ തന്നെയാണ്. എടാ ചോട്ടിന് ഇത് നിങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെയാണ്. പക്ഷെ വേറൊരു ലിസ്റ്റ് ഉണ്ട്. എന്താണ് പ്രശ്നം? നിങ്ങക്ക് അച്ഛനെ ഇഷ്ടമായിരുന്നു, പക്ഷെ മുച്ചിറിക്ക് ഈ അച്ഛനെ വേണ്ട. അതാണ് ഡിഫറൻസ്. വേണ്ട ആക്കണ് അതിപ്പത്തെ പോന അങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളെ വേണ്ടെന്ന് ഓൾറെഡി എന്റെ അടുത്ത് പറഞ്ഞു. എന്താ കേട്ടില്ല? അവന് താല്പര്യമില്ലെന്ന് അവൻ പറയണത്. അവന്റെ വാപ്പ അവൻ കൊന്നു കളഞ്ഞതാണ്. ഇതല്ല വാപ്പയാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആപ്പാനോ കൊന്നിടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാ അവിടെ വന്നിക്കണേ? നിങ്ങളല്ല വാപ്പയെന്നാണ് അവൻ പറയണത്. അതിപ്പോ എങ്ങനെ ശരിയാവും? വാസുമോനെ, ഇന്റെ അടുത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആരുടെ? എന്റെ മകൻ മുച്ചിരിന്റെ. സ്നേഹം കണ്ടോ ബാബു? സത്യം എനിക്ക് തോന്നുന്നുണ്ട്. പറഞ്ഞാലും ഓനെ 9 മാസം വയറ്റില് കൊണ്ടുവരുന്ന ഓന്റെ ഉമ്മാക്കറിയില്ലേ?
അതപ്പോഴും നിങ്ങൾക്കറിയില്ലല്ലോ. ഉമ്മാരെ കാര്യം നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ അതന്നെയല്ല ഇപ്പൊ ഞാനും പറയണത്. ആ പൊന്നാര ബാബു, ഓനിപ്പോ ഭൂമിന്ന് പൊട്ടി മുളച്ചുണ്ടായതൊന്നല്ലല്ലോ. അതെ, ഉമ്മാരെ കാര്യം വിട്ടേക്ക്. കാരണം അത് ഓക്കെ, നിങ്ങളുടെ സ്നേഹം എന്താണ് അവനോടുള്ളത്? ഇന്റെ ആയ കാലത്ത് ഓന് സ്നേഹം കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. കാരണം ഞാൻ ഇവിടെ അല്ലേ ഇനി. വേറെ എത്ര മക്കളുണ്ടപ്പോ? ഓനെ നോക്കി വളർത്തിയതൊക്കെ മന്ദാരാണ്. ഓന് 4 വയസ്സുള്ള സമയത്ത് ഞാൻ പുറത്തേക്ക് പോയതാ. അന്ന് ആ സമയത്ത് ഓനവിടെ ഓലവിടെ സാന്റിയിലാ. സാന്റിയില് ഒരു മിനിറ്റ് ഹോസ്പിറ്റലിലേക്ക് കേട്ട കൊള്ളാതെ നല്ല ലോങ് സ്റ്റോറിയാണ്. എന്റെ ലോഡ് പോകും ഒരു 15 മിനിറ്റ്, ഞാൻ പോരാ. പോയിട്ടോ കോച്ച് വിളിച്ചോണ്ടിരിക്കട്ടെ. ഞാൻ കോച്ചിന്റെ അടുത്തോട്ടൊന്ന് പോവാ. ആണോ? ഓക്കെ ഓക്കെ മള്ളി, ഓക്കെ പോയിട്ടോ മള്ളി ഹാപ്പി അല്ലേ? പകരം കൂടെ വീട്ടാ ഉണ്ടേ മള്ളി. ചെറിയ ബിസിനസ് ഡീല് സെറ്റ് ചെയ്ത് തീർക്കാം നമുക്കത്. വരണം കേട്ടാ. അത് സംസാരിക്കാൻ കൂടെ ഉണ്ട്. ഇന്ന് എന്റെ ലൈവ് കണ്ടിട്ട് ഡിസ്കോഡിൽ നീ വന്നിരുന്ന് കണ്ടപ്പോഴേ എന്തോ ഇറങ്ങി പോയി കേട്ടാ. ഓ സത്യം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, അപ്പോഴേ ഇറങ്ങി പോയി. നൈസ് ക്വാളിറ്റി. എന്നെങ്കിലും കിട്ടും, കൈ കിട്ടും. മള്ളി നമ്മുടെ സെപ്റ്റി ടാങ്കി കിടക്കുന്ന ഏരിയയില്ലേ, എന്നായാലും നമുക്ക് കുഴിച്ചെടുക്കാനോ? പിന്നെ പോയിട്ടോ. ഓക്കെ മള്ളി, ഫോൺ എടുത്തിട്ട് ഉച്ചരുടെ വാപ്പ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഒരു കള്ളനെ പിടിക്കാനുണ്ട്. ഞാൻ ഒന്ന് പോയി പിടിച്ചിട്ട് വരട്ടെ. ആയിക്കോട്ടെ. കോച്ച് എവിടെ ഉണ്ട്? 3035. ഓക്കെ വരാം. ഓക്കെ, ഞങ്ങൾ എന്നാ പോയി പിടിച്ചിട്ട് വരാം കേട്ടാ. അത് കഴിഞ്ഞിട്ടോ വിളിക്കണം. വിശദമായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാവത്തില്ല. ഇന്ന് എനിക്ക് കുറച്ച് ധൃതി ഉണ്ട്. നാളെ നമുക്ക് സംസാരിക്കാം. കുഴപ്പമില്ല. ഓക്കെ സെറ്റ്. ഓക്കെ സെറ്റ്. ചേട്ടാ നിന്നെ എവിടെ മുതുക്കി വിടണോ? ഒന്നൂടെ പറ. 3035 36. ഓക്കെ മാർക്ക് ചെയ്ത്. ലവ് ഫ്രം ഇസ്രായേൽ. ഓ, ഇസ്രായേലൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ടോ ഇവിടെ ഇപ്പോഴും? എന്റെ അമ്മു, അവിടൊക്കെ എങ്ങനെ ജീവിക്കടാ? ഒരു പടക്കം പൊട്ടിയാൽ തന്നെ പേടിയായിരിക്കൂലേ? എപ്പോഴും മാറില്ലേ അവിടൊക്കെ? ബാബു പോയി. എടാ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, നമ്മളെപ്പോഴും കാണുന്നതല്ലേ ഇസ്രായേൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എപ്പോഴും. അപ്പൊ അവിടൊക്കെ പോയി താമസിക്കാൻ ഒരു ഗട്ട്സ് ഒക്കെ വേണം. ഇല്ല തുടങ്ങി. ലവ് ഫ്രം കാക്കനാട്, കുണ്ടന്നൂര്, കോഴിക്കോട് എല്ലാം തുടങ്ങിയ കുക്കട് തുടങ്ങി. ഇത്ര നേരം മര്യാദയ്ക്ക് RP കണ്ടോണ്ടിരുന്നമാർക്കല്ല. നീ ഹാപ്പി അല്ലടാ ചോട്ടു? ഒടുവിൽ നിന്റെ ഞാൻ നിനക്കൊന്നും പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് നിന്റെ ചേട്ടനെ കൊണ്ടുതരും. ഹാപ്പി അല്ലേ നീ? ഹാപ്പി. പക്ഷെ നിനക്കൊരു ഇമോഷൻ ഇല്ലല്ലോ. നീ ഹാപ്പിയാടാ ഇങ്ങനെ പറയുന്ന പോലെ തോന്നുന്നു എനിക്ക്. ഇത്രയും നാളൊക്കെ ഇമോഷന്റെ കുള്ളിൽ ഒടുക്കിയിരുന്ന എനിക്കിപ്പോ ഒന്നും നേരിട്ട് എന്നെ ഭയങ്കര സന്തോഷമായിട്ടോ. ആണല്ലേ? ആരിപ്പോ പുള്ളി അക്സെപ്റ്റ് ചെയ്താലും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും ഒരു സന്തോഷം ഉണ്ടാകും. അവൻ അക്സെപ്റ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ? പറഞ്ഞു അത് അക്സെപ്റ്റ് ചെയ്തത് നീ അവന്റെ അനിയൻ തന്നെ. പക്ഷെ ടിവിയിൽ സ്ലോട്ട് ഫുള്ളാണ്. ഓൾറെഡി മോണിറ്ററിംഗ് പീരീഡിലാണ്. ഏത് ഗ്യാങ്ങിലാ? ഇന്നലെ ഇടിയാണെന്നില്ലേ ആ ഫാമിലി, DRS ഫാമിലി. ഏതാണ്? DRS
GRS. ഓ DRS. ഹലോ ആ ചെറുക്കനെ പിടിച്ച് ഓക്കെ ആ ചെറുക്കനുക്ക് അറിയാതെ ഞാൻ താன்ட்டு இப்போதைக்கு நான் தான் அவனுக்கு അറിയാതെ ഓക്കെ ഞാൻ താൻ അറിയാതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി, മലയാളത്തിൽ പറഞ്ഞ കൊച്ചാണെന്ന് അറിഞ്ഞൂടാ. நான் അറിയാതെ അവനക്ക് கோச்சிന് അറിയാതെ ഓക്കെ. പിന്നെ കോച്ച് എന്തോ പേര് പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഞാൻ അവനെ റോബ് ചെയ്യുന്ന മാതിരി കുടിച്ചിട്ട് വന്ന് ഇവിടെ വെച്ചിருக்கு. എടാ തോക്കൊക്കെ എടുത്ത് കൈ പിടിച്ചോട്ടോ, നമ്മളെ കാണാൻ ഗ്യാങ്സ്റ്റർ ലുക്ക് കേട്ടോ. എടാ ചോട്ട് വിട്ട് കണ്ണെടുത്ത് കൈ പിടി. റേഡിയോ എടുത്ത് കൈ പിടിച്ച്. വേർഷൻ 2 അത്. പിസ്റ്റൽ മാത്രമേ ഉള്ളല്ലേ? നമ്മളൊക്കെ ഇതൊക്കെ ചുമ്മാ കൊണ്ടുനടക്കുന്നില്ലേ, അതെനിക്ക് ഇത് പിസ്റ്റൽ കൊണ്ടുനടക്കാൻ ശരിക്കും പറ്റത്തില്ല. അവன்கிட்ட പോയിട്ട് സംസാരിച്ച് എല്ലാ വിവരത്തെയും தெரிஞ்சுக்கலாம். കോച്ച് അണ്ടർവേൾഡ് ആയി കഴിഞ്ഞാട്ടോ, എവിടെ എല്ലാരും പിടിക്കുകയാണ്. നോക്ക് കറക്റ്റ്. ഇതിനകത്ത് കൊണ്ട് കെട്ടിയിട്ടിക്കണേ. എന്ത് ചെയ്യും? ஏய் ஏன்சர்டா டேய். இவன் தான் அந்த பீட்டர். ഹലോ, என்னை எதுக்கு கடத்தி வச்சிருக்கீங்கன்னு நான் தெரிஞ்சுக்கலாமா? இரு என் மூஞ்சுக்கு. പേരെന്നാടാ? என் பேர் ராயபுரம் பீட்டர். റായപുരം പീറ്റർ. ஆ, നീ എവളോ ഗണ്ണ് വിട്ടിട്ടേ? கன்னை நான் விற்க மாட்டேன், எங்கள் பாஸுக்கு தான் கேட்க, எங்கள் பாஸ் தான் விற்பாரு, நான் எதுவுமே விற்க மாட்டேன். ബോസിന്റെ പേരെന്നാ? உங்களுக்கு எதுக்கு அது? நீங்க யாருன்னே எனக்கு தெரியல. எதுக்கு ஏய். நீங்க ബോസുടെ പേര് சொல்லடா. யாருன்னு எனக்கு இப்ப தெரியும். ஐயோ இல்ல ബോസുടെ இல்ல പേര് சொல்லு. நான் சொல்றேன் இது கேளுங்க ஃபர்ஸ்ட். எதுக்கு நீங்க இது மாதிரி பண்றீங்க? எது விஷயம், என்ன பாஸ்? எனக்கு கிளீனா எக்ஸ்பிளைன் பண்ணுங்களேன். நான் யாருன்னு தெரியுது அவனுக்கு இப்ப? தெரியுது, அதனால தான் என்னால எதுவுமே பேச முடியல. நீங்க அங்க இருந்தீங்களே, நீங்களும் என் கூட தானே இருந்தீங்க? ஆமா, நான் வெளியில உட்கார்ந்துட்டு இருந்தேன். ஆமா. சரி, உன் கூட நான் ஏன் இவ்வளவு நாள் பழகிட்டு இருந்தேன் தெரியுமா? ஏன்? ஏன்னா உன்கிட்ட இருக்கிற உண்மை எல்லாத்தையும் வெளில வர வைக்கணும் தான். நீ என்ன பண்ண? எப்படி உனக்கு அந்த கன் எல்லாம் கிடைச்சது? யார் கூட டீலிங் பண்ண? எல்லா டீட்டெயில்ஸும் எனக்கு இப்போ சொல்றேன். நான் சொல்லிடுறேன், சுடாதீங்க. പറ. எங்க பாஸ் பேர் வந்து சந்திரபோஸ். ഇതെനിക്ക് അറിയാം ആദ്യമേ. ഇതെനിക്ക് ആദ്യമേ അറിയാം. നീ അത് നിന്റെ വായിന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് നിന്നോട് ചോദിച്ചത്. നിനക്ക് 20 കണ്ണിനെ പറ്റി മാത്രമേ അറിയത്തുള്ളൂ? ஆமா, என்கிட்ட எல்லாத்தையும் சொல்ல மாட்டாரு. அதே மாதிரி எனக்கு ஷேரிங் கொடுத்துருவாரு. എത്ര ഷെയറിങ്? എത്ര രൂപയ്ക്കാണ് ഒരു കണ്ണ് വിൽക്കുന്നത്? ஐயோ, அது எனக்கு ஞாபகம் இல்லையே. അതെന്താ ஞாபகம் ഇല്ലാത്തത്? ஒரு கன்னோட விலை பிளாக் மணினா 5 CR மேல, ஒயிட் மணினா 30 CR கிட்ட. 30 CR നീ ഒരു കണ്ണ് കൊടുത്തേ? அது எங்க பாஸ் தான் அப்படி விற்பாரு. வாங்குறதுக்கு ஆள் இருக்கு. ഇത് ആരാ വാങ്ങിക്കുന്ന? മെയിൻ ക്ലയൻസ് ആരാ? மெயின் கிளைண்ட்ஸ் எனக்கு ஞாபகம் இல்லையே. டேய், அன்னைக்கு டீலிங்ல நான் கூட இருந்தேன் பாரா என்னன்ட்டு. എന്റെ இல்ல நான் சொல்லிடுறேன் இருங்க. கேங்ஸ்டர்ஸ் தான் எல்லாமே வாங்குவாங்க வரவங்க. ഗ്യാങ് മെമ്പേഴ്സ് സിറ്റിസൺസിന് കണ്ണ് കൊടുക്കാറുണ്ടോ? சிட்டிசனுக்கு மேக்ஸிமம் தர மாட்டாரு. சிட்டிசன் கேட்டாங்கன்னா மாட்டு ரேட்டு சொல்லுவாரு. മാറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ സിറ്റിസൺസിന് എത്ര രൂപ പറയും? அது 30+ சொல்லுவாரு. ஏன்னா சிட்டிசனுக்கு சேல் பண்றது அவருக்கு இது இல்ல, அவருக்கு இஷ்டம் இல்ல. ആർക്ക്? சிட்டிசனுக்கு யாருக்குமே தர மாட்டாரு, கேங்ஸ்டருக்கு மட்டும் தான் டீல் பண்ணுவாரு. ആർക്കും ഇഷ്ടമല്ല? ചന്ദ്രബോസിന് ഇഷ്ടമല്ലേ? ஆமா, எங்க பாஸ் அவருக்கு இஷ்டம் இல்லாம. ബോസിന് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഒരു 30 CR കണ്ണ് വെക്കുമ്പോ നിനക്ക് എത്ര രൂപ തരും? எனக்கு ஒரு கன்னுக்கு வந்து 10%. 10%. காசா கேட்க மாட்டேன். 3 CR. அதாவது என் சைடா வந்தா அவ்வளோ தருவாரு. சப்போஸ் அங்க வந்து சும்மா ஸ்டாண்ட் பண்ணாலே எனக்கு அமௌண்ட் வந்துடும். അവർക്ക് സേഫ്റ്റിയാ இருந்தாலே போதும். എന്ത് കോൺഫിഡൻസ് ആയിട്ടാണ് നീ പറയുന്നത്? ഇതുവരെ നിങ്ങൾക്ക് ഈ ഗൺ സ്റ്റോക്സ് ഈ ചന്ദ്രബോസിന് എവിടുന്ന കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടില്ലേ ഇതുവരെ നീ? ஐயோ, அது பாஸ் கிட்ட கேள்வி கேட்டாரெல்லாம் கோவம் வந்துடும். அவர்கிட்ட எல்லாம் கேள்வி கேட்டதே இல்லை நான். ബോസ് കിட்ட കേൾവി കേട്ടാ കോപം വന്നിടുമല്ലേ?
ஆமா ஆமா ആ അപ്പൊ ഞങ്ങൾക്കാർക്കും കോപം വരാതാ? எனக்கு அது தெரியாது, நீங்க யாருன்னே தெரியல. பாஸ் சொல்றத நான் செய்ய முடியும். നീ boss ഇപ്പൊ പറഞ്ഞ നെ boss boss- எனக்கு தெரியாது. നീ ഇപ്പൊ പറഞ്ഞ ബോസ് ഇല്ലേ, ആ ബോസിന്റെ ബോസാ ഞാൻ. നീ പോയി ചന്ദ്രനോട് ചോദിച്ചാ മതി. പരുന്തുവാസു വന്ന് സംസാരിച്ചെന്ന് പറഞ്ഞാൽ മതി. നിന്നെ ഞാനിപ്പോ വെറുതെ വിടുന്നത് നീ അവൻ്റെ അടുത്ത് പറയാൻ വേണ്ടിട്ടാ. നീ അവനോടൊന്ന് പോയി സംസാരിച്ചരുത്. ബാക്കി ഞങ്ങൾ നിന്നെ പിടിച്ചോളാം. നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അപ്പൊ ബോസിനെ നിന്നെയും കൂടെ വെച്ചിട്ട് ഇതുവരെ വിറ്റ ഗണ്ണെല്ലാം നമ്മൾ തിരിച്ചെടുപ്പിച്ചോളാം. அது பாஸ் தாண்டி யாராலையும் எதுவும் பண்ண முடியாதுன்னு நினைக்கிறேன், எனக்கு தெரியல. ബോസ് വിറ്റ ഗണ്ണിന്റെ സീരിയൽ നമ്പർ നാളെ നമ്മൾ എടുത്തിരിക്കും. ബോസ് വിറ്റ സീരിയൽ നമ്പറിൽ ഏതെങ്കിലും സീരിയൽ നമ്പർ ടിവിയുടെ കണ്ണായിട്ട് മാച്ച് ചെയ്താൽ അവനെ ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് എന്റെ ഇറക്കനാ. ഞാൻ അവനൊരു ചാൻസ് കൊടുക്കും. പക്ഷെ നിനക്ക് ഞാൻ ആ ചാൻസ് തരത്തില്ല. നിന്നെ കൊന്നുകളയും. എത്ര ഗണ്ണ് വിത്ത അത് ഉണ്മ എത്ര ഗണ്ണ് വിറ്റോ ആ ഗണ്ണിന്റെ ഫുൾ ഇത് ഞങ്ങളുടെ സീരിയൽ നമ്പറിൽ വിറ്റ എല്ലാ ഗണ്ണിന്റെ പൈസ നിങ്ങൾ എനിക്ക് തരേണ്ടി വരും. இல்லை, எனக்கு இவ்வளோ டீட்டெயிலாக தெரியாது. பாஸ் என்கிட்ட இவ்வளோ டீட்டெயில் சொல்ல மாட்டார். ஃபஸ்ட்டு டிவியை யாருன்னே தெரியாது. நான் ஒரு சிவிலியன் தான். நான் இப்போ தான் எல்லாருமே பார்த்து தெரிஞ்சிட்டு இருக்கேன். ഇനി നിനക്ക് എല്ലാം തരും. ടിവിയെ തരും, പരുന്തുവാസുവിനെ തരും, എല്ലാരും തരും. ஓகே ഓക്കെ, 3 ദിവസം സമയം തരാം. 3 ദിവസം. നീ ഇനി സിറ്റിയിൽ എന്ത് മുടി വെട്ടി നടന്നാലും താടി വെട്ടി നടന്നാലും നിന്നെ ഞാൻ നോക്കും. 3 ദിവസം സമയം തരാം. 3 ദിവസത്തിനകത്ത് വിറ്റ ഗൺസിന്റെ എല്ലാ സീരിയൽ നമ്പർ എനിക്ക് കിട്ടണം. പറ്റുമോ? அது எனக்கு என்ன அதில் ப்ராஃபிட்? നിന്റെ ജീവനാണ് നിന്റെ പ്രോഫിറ്റ്. അതിന്റെ അപ്പുറത്ത് വേറെ പ്രോഫിറ്റ് ഒന്നുമില്ല. നീ ഇവിടെ ജീവിച്ചിരിക്കണതാണ് നിനക്ക് ഏറ്റവും വലിയ പ്രോഫിറ്റ്. അതിന്റെ മേളിലോട്ടുള്ള ഒരു പ്രോഫിറ്റും തരാൻ തൽക്കാലം പറ്റത്തില്ല. ഈ ഒസാമ ആരാ? ஒசாமா எங்களோட ஒரு கிளைண்ட். ഏറ്റവും കൂടുതൽ ഗണ്ണ് വിറ്റിട്ടുള്ളത് അവനല്ലേ? அவன் கிட்ட 300 கன் உண்டு. அவ்வளோ கன்று நாங்கள் விற்கல, கொஞ்சம் தான் விற்றோம். அவங்க சாப்பரில் வந்து வாங்கிட்டு போனாங்க. ചോപ്പറിൽ 300 கன்னு அவன்ட செரக்கன் என்கிட்ட வந்து சம்சாரிச்சு என்கிட்ட எங்களோட கராஜ்ல 300 கன்னு உண்டு, யாருக்காச்சும் வேணும்னா சொல்லுங்க, நான் சம்சாரிச்சு லைக் இன்னும் நல்ல டீலிங்ல முடிச்சு தராம் அப்படின்னு என்கிட்ட சம்சாரிச்சு. இல்லை, நான் எல்லாத்தையும் உண்மையை சொல்லிட்டேன் உங்ககிட்ட. இதுக்கப்புறம் என்கிட்ட உண்மை எதுவுமே இல்லை. நீங்கள் வாங்குறதுக்கும் நான் சொல்கிறதுக்கும் ஒன்றும் இல்லை.